എവിടെയെങ്കിലും ഒരു ലോങ് ട്രിപ്പെല്ലാം പോകുന്ന സമയത്ത് വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ ഇടണം എന്ന് കുറേ കാലമായിട്ടുള്ള ആഗ്രഹം. നമ്മൾ ട്രിപ്പിന് പോകുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കലും ഉണ്ടാവില്ല, യൂട്യൂബിൽ ഇടലും ഉണ്ടാവില്ല. ഇന്ന് എന്തായാലും ഒരു വീഡിയോ ഇടണം എന്ന് ശബ്ദം ചെയ്തിറങ്ങിയതാ. എക്സി ഷൂ ആണെങ്കിലും ഇടുമ്പോൾ നമ്മൾ റബ്ബർ ഷൂ ഇടുന്ന പോലെ ഇടുക. നാടെല്ലാം കഴിച്ച് പിന്നെയും കെട്ടാന്ന് പറഞ്ഞ ചില്ലറ പണിയൊന്നുമല്ലല്ലോ. സാധാരണ ഫീൽഡിൽ ഇറങ്ങി മാർക്കറ്റിംഗ് ജോബ് ചെയ്യുന്ന ഒരാളെ വണ്ടിമേൽ എത്ര പൊടി ഉണ്ടാവും അതേ പൊടി എൻ്റെ ബൈക്കുമേൽ ഉണ്ടാവും. ഇന്ന് വൈകുന്നേരം വന്നിട്ട് നമ്മൾ കഴുകി നല്ല മൊഞ്ചാക്കി ഉണക്കാനിട്ടാൽ നാളെ വൈകുന്നേരം പണിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതേപോലെ ഉണ്ടാവും വണ്ടി. നമ്മളെ വണ്ടി കഴിയുന്ന കഷ്ടപ്പാടിന് വണ്ടേ വാലിഡിറ്റി ഉള്ളൂ. അതുകൊണ്ട് വെള്ളദീപം തൊടിയിക്കാൻ നിൽക്കലില്ല. മഴന്റെ കാര്യം നമുക്ക് എപ്പോൾ എങ്ങനെയാന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് റെയിൻകോട്ടിൽ എപ്പോൾ മുന്നത്തെ കീശയിലാടെ തന്നെ ഉണ്ടാവും. തലശ്ശേരി ടു കോഴിക്കോട് അത്യാവശ്യം ഓടാനുള്ളതുകൊണ്ട് ആദ്യം ബാഗ് എടുത്തിട്ട് നമുക്ക് ഡിക്കിന്റെ ഉള്ളിലേക്ക് സെറ്റ് ആക്കണം. ബാഗ് ഡിക്കി കയറി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. ഇനി പാട്ടും പാടി കോഴിക്കോട് വരെ വണ്ടി ഓടിക്കാം. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടി എന്താന്ന് പറഞ്ഞാൽ ഈ നനഞ്ഞ മുടിന്റെ മേലെ ഹെൽമെറ്റ് വെക്കുന്നതാണ്. വെക്കാണ്ട് വേറെ വഴിയുമില്ല. പതിവില്ലാണ്ട് വ്ളോഗ് എടുക്കുന്ന പരിപാടിയും കൂടി രാവിലെ തന്നെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയത്. ആ സമയം കൂടി ഇനി ഡ്രൈവിംഗ് കോമ്പൻസേറ്റ് ചെയ്യണം. 16/12/2025 ചൊവ്വാഴ്ചയാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. രാവിലെ ഒരു 7:00 ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ പുറത്തിറങ്ങി വണ്ടി ഓടിക്കാൻ തുടങ്ങിയ സമയത്ത് വയനാട്ടിലാറ്റം പോയ പോലത്തെ തണുപ്പാണ്. ഭയങ്കര രസമുള്ള പരിപാടിയല്ല ഇത്, ഇങ്ങനെ തണുപ്പും കൊണ്ടിട്ട് വണ്ടി ഓടിക്കാൻ. വടകരന്റെ കോഴിക്കോടിന്റെ ഇടയിൽ ഏറ്റവും ക്ഷമയുള്ള നാട്ടുകാർ ഏതാന്ന് വെച്ചാൽ ഈ അവാർഡ് നമ്മൾ പയ്യോളി ടു നന്ദിന്റെ ഇടയിലുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരും. ഞാനെല്ലാം ആഴ്ചക്ക് പോകുന്ന റോഡാ, എന്നിട്ട് തന്നെ എനിക്ക് പെരാന്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ ഡെയിലി പോകുന്ന ഓരവസ്ഥ എന്താ? റോഡ് പണിന്റെ ബുദ്ധിമുട്ട് ഒരു സ്ഥലത്ത് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടക്കാണ് റോട്ടിലെ കുഴി പേച്ച് വർക്ക് ചെയ്തിട്ട് അതിലും വലിയ അടങ്ങാറാക്കി വെച്ചിക്ക്. 100 മീറ്ററിന്റെ ഇടയിൽ 50 പേച്ച് വർക്കുള്ളതുകൊണ്ട് താണുമ്പൊന്തും ഇപ്പൊ വണ്ടി പോക്ക്. മാസ്കും കൂടി ഇല്ലാണ്ട് ഈ വഴി കൂടെ എല്ലാം പോവാന്ന് പറഞ്ഞാൽ ലേശം ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. ലോറിയെല്ലാം മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും വലത്തേ ഭാഗവും ഇടത്തേ ഭാഗവും തട്ടാണ്ട് ഓവർടേക്ക് ചെയ്ത് എടുക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ വെള്ള ഷർട്ടെല്ലാം കൂടി കാപ്പി കളറായിക്കുണ്ടാവും. വണ്ടി ഓടി ഓടി കൊയിലാണ്ട് എത്തിക്കഴിഞ്ഞ ഒരു സന്തോഷമാണ്. ഇനി കുറച്ചും കൂടി അല്ലേ ബൈപ്പാസിലേക്ക് ഉള്ളൂ എന്നുള്ള ആലോചിച്ചിട്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് കൊയിലാണ്ടി ടൗണിലെല്ലാം തിരക്കായി വരുന്നേ ഉള്ളൂ. നമ്മളെ ബൈപ്പാസ് എത്തിക്ക്. വടകരയിൽ നിന്ന് കോഴിക്കോട് വരെ ഇതേ റോഡ് കിട്ടിക്കണത് സുഖേനും. 2-3 കൊല്ലം കൊണ്ട് എന്തായാലും സെറ്റ് ആവുമായിരിക്കും. റോഡ് കാണുമ്പോൾ നമുക്ക് 100-ലും 110-ലും പോകണം തോന്നും. അങ്ങനെ തോന്നുന്ന പോലെ പിടിക്കാനുള്ള ഹൈവേ പോലീസിന്റെ വണ്ടി അധികവും ഇവിടെ തന്നെ കാണാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഓടിക്കുന്ന നല്ലത്. ഓഫീസിലെത്തി കഴിഞ്ഞിട്ട് വണ്ടിയും കൂടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ തലയിലിരുന്ന് ഹെൽമെറ്റ് കഴിച്ചൂരുമ്പോൾ എന്താ ആശ്വാസമാണെന്നറിയോ? അടുത്ത പണി എന്താന്ന് വെച്ചാൽ നേരെ പോയി രജിസ്റ്ററിൽ പേരും ഒപ്പിടും. ചങ്ങായിമാരെല്ലാം നമ്മളാട്ടി മുമ്പേ ഹാജരാക്കി ബാഗും വെച്ചിട്ട് നേരെ ഒന്ന് ഫ്രഷ് ആവാൻ പോകണം. അങ്ങനെ വാഷ്റൂമിൽ പോയിട്ട് കണ്ണടെല്ലാം കഴിച്ചു വെച്ചിട്ട് 2 തുള്ളി വെള്ളം നമ്മളെ മുഖത്താക്കിയ പിന്നെ ഒരു ആശ്വാസമായി. ഈ മൊബൈലും പിടിച്ചിരിക്കുന്ന ഇടങ്ങാറ് എല്ലാം 2 കൈ കൊണ്ടും കഴുകുകയും. ഇപ്പൊ ഒരു മീറ്റിംഗ് നടക്കുന്ന ഡേയാ, അതുകൊണ്ട് തന്നെ ആദ്യം അതിനുള്ള റിപ്പോർട്ട് ഒന്ന് റെഡിയാക്കി വെക്കാം. നമ്മളെ ക്ലെയിംസും കഴിഞ്ഞ വീക്കിലെ അപ്പോയിന്റ്മെന്റ്സും അപ്ഡേഷൻസും എല്ലാം ഒന്ന് എഴുതി സെറ്റാക്കി കഴിഞ്ഞാൽ മീറ്റിംഗ് നടക്കുന്നേരം ബബ്ബ അടിക്കേണ്ട ആവശ്യം വരില്ല. മീറ്റിംഗ് കഴിയുമ്പോഴേക്ക് ഏകദേശം നല്ല വിശപ്പിനുള്ള ടൈം ആയിക്കി. നല്ല ഉപ്പേരി വറവും പപ്പടെല്ലാം കിട്ടുന്നുണ്ട്. നമ്മളധികം പോയി കഴിക്കുന്ന ഫുഡ് എവിടെയാന്ന് പറഞ്ഞാല് കോഴിക്കോട് സൈബർ പാർക്കിന്റെ അടുത്തുള്ള തൃപ്തി എന്ന് പറഞ്ഞ ഹോട്ടലാണ്. നല്ല ഫുഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഹോട്ടലായിട്ടത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ വീക്കുള്ള കുറച്ച് പ്ലാനിങ്സും കാര്യങ്ങളും എഴുതി സെറ്റാക്കാനുണ്ടാവും. പിന്നെ നമ്മൾ നേരെ പോകുന്ന ഫീൽഡിലേക്ക്. ഇതിപ്പോ എന്തോ ഭാഗ്യത്തിന് നല്ല കാലാവസ്ഥയാണ്. എണ്ണ ലേശം കുറവുള്ളതുകൊണ്ട് നേരെ പമ്പിൽ കയറ്റി. പമ്പുകാർക്കെല്ലാം ഇപ്പൊ ഡബിള് പണിയാ. പണ്ട് കാറിന്റെ മാത്രം മൂടി തുറന്നിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പം ബൈക്കിനും ബേക്കിൽ തന്നെ വരുന്നത്. അങ്ങനെ നമ്മൾ റൂട്ടിൽ പോയി കാണേണ്ട ക്ലൈൻസിനെല്ലാം കാണുമ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരം ആയിക്കി. പിന്നെ ഇപ്പൊ എന്താ നേരെ ട്രെയിൻ കിട്ടാനുള്ള ഓട്ടായി. 6:15 ഒരു ട്രെയിൻ ഉണ്ട്. അതെങ്ങാനും മിസ്സായി കഴിഞ്ഞാൽ പിന്നെ മേലോട്ട് നോക്കിക്കേണ്ടി വരും. 10:30 അടുത്ത ട്രെയിൻ വരുന്നവരെ 4 മണിക്കൂർ പോസ്റ്റാ. അതുകൊണ്ട് തന്നെ വണ്ടി എങ്ങനെയും കത്തിച്ചിളക്കിട്ട് നമ്മൾ വേഗം റെയിൽവേയിലേക്ക് പിടിക്കും. വൈകുന്നേരം പിന്നെ കോഴിക്കോടുള്ള തിരക്കിന്റെ ബ്ലോക്കിന്റെ ഒന്നും കാര്യം പറയണ്ടല്ലോ. സീസൺ ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ക്യൂ നിന്നിട്ട് വെറുതെ സമയം പൊക്കേണ്ട ആവശ്യം വരുന്നില്ല. ട്രെയിൻ വരാനായി പിന്നെ ആൾക്കാരെല്ലാം മെല്ലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിയിട്ട് റെയിലും കിടന്നിട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യും. ഇതിനാന്നുള്ള പ്രത്യേകിച്ച് പറയണ്ടില്ലല്ലോ. അപ്പുറത്തോട്ട് കയറിയിട്ട് പെട്ടെന്ന് സീറ്റ് പിടിക്കാൻ. ഈ ഇടക്കുള്ള തമാശ എന്താന്ന് പറഞ്ഞാൽ ചില തിരക്കുള്ള സമയത്ത് പ്ലാറ്റ്ഫോമിനായിട്ടും കൂടുതൽ ആൾക്കാർ അപ്പുറമുണ്ടോ നമ്മൾ തോന്നിപ്പോകും. എന്തായാലും ഞമ്മക്കും ഭാഗ്യത്തിന് എന്തായാലും ട്രെയിൻ കിട്ടിയേക്കും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വേറെ വിശേഷങ്ങളുമായിട്ട് കാണാം. ഗുഡ് ബൈ.